ചേട്ടാ, നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പ്രോഡിഗൽ സണ്ണിനെ കുറിച്ച് ഓസ്റ്റിൻ ചേട്ടനൊന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് അപ്പോൾ പറഞ്ഞു അതിന് പല അർത്ഥങ്ങളുണ്ട്, നമ്മൾ സാധാരണ കേൾക്കാത്ത അർത്ഥങ്ങളും ഉണ്ട് അതിനെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ സംശയം, നമ്മൾ ഈ ബൈബിള് വായിക്കുമ്പം എങ്ങനെയാ അപ്പം അതിൻ്റെ കറക്റ്റ് മീനിങ്ങും അതിൻ്റെ കറക്റ്റ് അർത്ഥവും നമ്മൾ എങ്ങനെയാ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ബൈബിളിൽ അത് എന്താ അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്? അതൊന്ന് പഠിപ്പിച്ചു തരാമോ? തീർച്ചയായിട്ടും ഒരു ഹാർഡ് ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ ഓദർ നമുക്കറിയാലോ, ഹോളി സ്പിരിറ്റ് ആയത് കൂട്ടി വരുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. എന്നാൽ നമുക്ക് വചനം ഡിവൈഡ് ചെയ്യാനുള്ള അനേക കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹൗ ടു റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ഗാഡ്. അപ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വാക്യം എടുത്തിട്ട് അതിൻ്റെ അന്നൊരു പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത്. ബട്ട് ഞാൻ എപ്പോഴും പറയും, റീഡ് ദ പാസേജസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദാറ്റ്. അതിന് മുൻപും അതിന് ശേഷമുള്ള അതിൻ്റെ കോണ്ടെക്സ്റ്റ് അപ്പോൾ നമുക്കൊന്ന് കിട്ടാൻ വേണ്ടി കിട്ടിയാൽ മാത്രമേ ഇത് ഏത് കോണ്ടെക്സ്റ്റിനോടനുബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു വൺ ഓഫ് ദ മെയിൻ തിങ് ആണ്. നോ ദ കോണ്ടെക്സ്റ്റ്. വചനത്തിൽ ഏത് കോണ്ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നു, അനേക കാര്യങ്ങളുണ്ട്. ഞാൻ അതിൽ പിന്നെ വേറൊരു കാര്യം ഞാൻ എപ്പോഴും പറയും, യു നീഡ് ടു നോ ദ ട്രൂ നേച്ചർ ഓഫ് ഗാഡ്. നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ വെളിച്ചത്തിൽ മാത്രമായിരിക്കും വചനം വെളിപ്പെടുന്നത്. ഇപ്പോൾ ദൈവം നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ശിക്ഷിക്കാനിരിക്കുന്ന ഒരു വടിയുമായിട്ടിരിക്കുന്ന ഒരു ന്യായാധിപതി അല്ലെങ്കിൽ ഒരു കോപിഷ്ണ ഒരു അപ്പൻ്റെ ഒരു ഫിഗറാണ് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ളതെങ്കിൽ നമുക്കെപ്പോഴും ആ ഒരു ഫേസിലൂടെ മാത്രമേ, അല്ലെങ്കിൽ ആ പിക്ചറിലൂടെ മാത്രമേ നമുക്ക് ഈ വചനം നമുക്ക് വെളിപ്പെടുത്തുള്ളൂ. അപ്പോൾ ദൈവം സ്നേഹവാനായ ഒരു ദൈവമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു അറ്റ്ലീസ്റ്റ് ആ ഒരു നോളജെങ്കിലും, ആ ഒരു സ്നേഹവാനായ ദൈവത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന വിശുദ്ധന്മാർക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നമുക്കൊരു യോഗ്യത ദൈവം തന്നിട്ടുണ്ട്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ വേണ്ടിയുള്ള ഒരു പദവി ദൈവം നമുക്ക് മക്കളെന്നുള്ള പദവി തന്നിട്ടുള്ളത് കൊണ്ട് ആ മക്കളുടെ അവകാശത്തോടെ, ഇല്ലെങ്കിൽ ആ ഒരു പദവിയോടെ നമ്മൾ ദൈവത്തെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഈ വചനം നമുക്ക് കാണുന്ന വിധം വ്യത്യാസമായിരിക്കും, അല്ലേ? അപ്പോൾ മക്കളാകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അവർക്കും ദൈവം മക്കളാകുന്നതിന് അധികാരം കൊടുത്തു. അപ്പോൾ ആ ഒരു മക്കളും അപ്പനും മകനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ നമ്മൾ ദൈവത്തെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ നമ്മൾ ഈ വചനം വായിക്കുകയാണെങ്കിൽ അതിന് വേറൊരു പിക്ചർ, ഇല്ലെങ്കിൽ വേറൊരു ആംഗിളിൽ നമുക്കിത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ വചനം വായിക്കുമ്പോഴേക്കും നമുക്ക് അറ്റ്ലീസ്റ്റ് യൂണിറ്റ് നോ ദ കവനൻസ്, കവനൻറ്റുകളെക്കുറിച്ചുള്ള, ഉടമ്പടികളെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. അനേക ഉടമ്പടികൾ വചനത്തിലുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ട് ഓൾഡ് കവനൻറ്റ്, ന്യൂ കവനൻറ്റ്, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, ന്യൂ ടെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് നമ്മൾ ദേഹി ആത്മാവൊക്കെ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. വചനം ഏത് ഭാഗത്തിന് വേണ്ടി എഴുതിയിരിക്കുന്നതെന്നുള്ളൊരു തിരിച്ചറിവ്. ഞാൻ യോഹന്നാന്റെ ലേഖനത്തിൽ നിന്ന് ആ ഒരു കാര്യം ഉദാഹരണം പറഞ്ഞായിരുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, അവന് പാപം ചെയ്യാൻ കഴിയുന്നതല്ല. ഞാൻ തന്നെ ഒത്തിരി വർഷങ്ങളോളം ആ വാക്യത്തിൽ സ്ട്രഗിൾ ചെയ്ത് നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഈ ആത്മാവിന് വേണ്ടിയാണ് ആ വചനം എഴുതിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം തിരിച്ചറിവ് എനിക്ക് ഉണ്ടായപ്പോഴാണ്, ദിസ് ഈസ് ടു റിട്ടൺ ടു മൈ സ്പിരിച്വൽ റലം, ഇല്ലെങ്കിൽ എൻ്റെ ആത്മാവിനെ കുറിച്ച് അത് എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. ശരീരത്തെക്കുറിച്ചുള്ള ഒരു വാക്യം പറയുകയാണെങ്കിൽ ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളത് അത്രയും. അപ്പോൾ എക്സർസൈസ് നല്ലതാണ്, അത് നമ്മുടെ ശരീരത്തിന് വേണ്ടി എഴുതിയേക്കുന്ന എൻ്റെ ദൈവഭക്തിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത വാക്യങ്ങൾ പറയുന്നു. അപ്പോൾ ഏത് ഭാഗത്തിന് വേണ്ടിയാണ് ഈ വചനം എഴുതിയിരിക്കുന്നത്? പിന്നെ പ്രധാനമായിട്ട് വേറൊരു കാര്യം നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഓരോ ബുക്ക് പഠിക്കുമ്പോൾ, എസ്പെഷ്യലി നമ്മൾ ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ എഫേസിലെയാണ് നമ്മൾ എടുത്താൽ, ഇപ്പോൾ 1, 2, 3 അധ്യായങ്ങൾ എഫേസ് ലേഖനത്തിൽ നമ്മൾ നോക്കുമ്പോഴേക്കും ദൈവം നമുക്ക് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അതെല്ലാം എഴുതിയേക്കുന്നത്. സ്വർഗത്തിൽ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തു നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു, നമ്മൾ ദത്തെടുത്തിരിക്കുന്നു, നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നു. ഈ കാര്യങ്ങളിലെല്ലാം ദൈവം നമ്മളായിട്ടുള്ള ബന്ധം അപ്പോൾ നമ്മളൊരു ക്രോസ്, ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് പോലെ, ഒരു ക്രോസ് നമ്മളെടുത്താൽ ഒരു വെർട്ടിക്കൽ പാർട്ടും ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ പാർട്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ രക്ഷ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യം, ആ രക്ഷാകര പ്രവൃത്തിയിൽ
നമുക്കിനി ഒന്നും ചെയ്യാനില്ല വെർട്ടിക്കൽ പാർട്ടിൽ. പക്ഷേ നമ്മളൊരു വിശ്വാസിയായിട്ട് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഹൊറിസോണ്ടിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് മനുഷ്യരോടുള്ള ബന്ധത്തിൽ. ഓക്കെ, അപ്പോൾ പല ലേഖനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതായത് എഫെസ് ലേഖനം 1, 2, 3 ദൈവവും മനുഷ്യനും തമ്മിലുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുമ്പോൾ 4, 5, 6 അധ്യായങ്ങൾ പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എങ്ങനെയുള്ള കാര്യം. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബുക്ക് ഓഫ് ജെയിംസ്, യാക്കോബിന്റെ ലേഖനം വളരെ നല്ലൊരു ഉദാഹരണമാണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ ബുക്ക്, ഹൊറിസോണ്ടൽ ബുക്ക്. നിങ്ങൾ ചർച്ചിൽ ഒരാൾ എങ്ങനെ വന്നെങ്കിൽ ചെയ്യണം, മോടിയുള്ള ഒരാൾ വസ്ത്രം ധരിച്ച ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവനെ അങ്ങനെ അനേക കാര്യങ്ങൾ ഹൊറിസോണ്ടൽ ലെവൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അവിടെ വർക്ക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ദ ഗ്രേറ്റ് മാർട്ടിൻ ലൂതറിന് പോലും കൺഫ്യൂസ്ഡ് ഉണ്ടാക്കിയ ഒരു ബുക്കമാണ്. അത് വായിക്കരുതെന്ന് പോലും മാർട്ടിൻ ലൂതർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മാർട്ടിൻ ലൂതർ മൂലമാണ് റിഫർമേഷൻ ഈ ഭൂമിയിൽ ഉണ്ടായേക്കുന്നത്. നൂറ്റാണ്ടുകളിൽ ലോകം മുഴുവനും റിഫർമേഷൻ ഉണ്ടാക്കിയ മാർട്ടിൻ ലൂതറിന് പോലും ആ യാക്കോബിന്റെ ലേഖനം പുള്ളിക്ക് മനസ്സിലായില്ല ഏത് രീതിയിൽ അത് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ ബുക്ക്. അവിടെ വർക്കിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ അത് സാൽവേഷനുള്ള വർക്കല്ല. അപ്പോൾ വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയുണ്ട്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ്, അപ്പോൾ നമ്മൾ ഒരു ബേസിക്കായിട്ട് അത് അറിഞ്ഞിരിക്കുക, ഇത് ഏത് മേഖലയിലാണ് അത് എഴുതിയിരിക്കുന്നത്, നമ്മളും ദൈവമായിട്ടുള്ള ബന്ധത്തിലാണോ, നമ്മൾ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലാണോ എന്നുള്ളൊരു വിഷയം. പിന്നെ വേറൊരു വിഷയം നമ്മൾ പറയുകയാണെങ്കിൽ, അത് ഞാൻ സാധാരണ വചനം പഠിക്കാൻ ഉപയോഗിക്കുന്നൊരു ഭാഗമാണ്. നമ്മളൊരു വചനം വായിക്കുമ്പോൾ ട്രൈ ടു വിഷ്വലൈസ് ഇറ്റ്. നമുക്കിപ്പോൾ ഇമാജിൻ ചെയ്യാൻ നമുക്ക് ഇറ്റ്സ് ഫ്രീ അല്ലേ. നമ്മളിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പോലും നമുക്കിപ്പോൾ ഇന്ത്യയിൽ പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് ചിന്തിച്ചാൽ നമുക്ക് പറ്റും അല്ലേ. നമ്മുടെ ജോലിയുടെ കാര്യം നമുക്ക് ചിന്തിക്കാം, ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം, ഉച്ചക്ക് എന്താ കഴിക്കാൻ പോകുന്നത്, നമുക്ക് ഇമാജിൻ ചെയ്യാം. അപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കർത്താവ് യേശുക്രിസ്തു മലയിലെ പ്രസംഗം അത് പറയുമ്പോഴേക്കും കർത്താവിൻ്റെ അടുക്കൽ പോയി നമ്മൾ ഇരിക്കുന്നതായിട്ട് നമ്മളൊന്ന് പിക്ചറൈസ് ചെയ്യണം. കർത്താവിൻ്റെ അടുക്കൽ ഇരിക്കുന്നു, അടുത്ത ശിഷ്യന്മാരിയ്ക്കുന്നു, അവരുടെ കൂടെ ഒന്നിരിക്കണം, ദൂരെ പുരുഷാരം ഇരിക്കുന്നു. സോ അവരുടെ കൂടെ ഒന്ന് ഇരുന്ന് നമ്മൾ ഈ വചനം ഒന്ന് വായിക്കണം. കർത്താവ് ബോട്ടിൽ യാത്ര ചെയ്യുന്നു, ആ ബോട്ടിൽ അമരത്ത് അല്ലെങ്കിൽ ആ ശിഷ്യന്മാരുടെ കൂടെ നമ്മളൊന്ന് വേണം. അപ്പോൾ സോ നമുക്ക് ദ വേർഡ് വിൽ ബിക്കം ലൈവ്. അതൊരു ജീവനായിട്ട് നമുക്ക് മാറും. ഒരു മൂവി കാണുന്നത് പോലെ, ഇല്ലെങ്കിൽ ഒരു വചനം ഒരു ലൈവ് പിക്ചർ നടത്തുന്നുള്ളൂ. ഒരു അത്ഭുതം നടക്കുമ്പോൾ കർത്താവ് മരിച്ചവർ വേർപ്പിക്കുന്നു, ഇതെല്ലാം ചെയ്യുമ്പോഴേക്കും ബി ദേർ, പുട്ട് യുവർ സെൽഫ് ഇൻ ദാറ്റ് പിക്ചർ. അപ്പോൾ അതൊന്നും കൂടി ലൈവായിട്ട് മാറും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇല്ല, ഞാൻ പറഞ്ഞത് മറന്നുപോയത് ട്രൂ നേച്ചർ ഓഫ് ഗാഡ്, ദ കവനൻസിനെ കുറിച്ച് മെയിനായിട്ട്. ഇപ്പോൾ ഈ വിഷയം എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയിൽ അറ്റ്ലീസ്റ്റ് കോണ്ടെക്സ്റ്റ് അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും മുടിയനായ പുത്രൻ, പ്രോഡിഗൽ സൺ എന്ന് പറഞ്ഞാണ് അത് വചനത്തിൽ കാണാറ്. പക്ഷേ ദ ടൈറ്റിൽ അത് പിന്നെ ആഡ് ചെയ്തതാ. ഐ ഡോണ്ട് നോ ഹൂ ആഡ് ദ ടൈറ്റിൽ അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ അധ്യായം മുഴുവനും നമ്മളൊന്ന് വായിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ അത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്. കർത്താവ് ഒരു ഉപമ പറയാൻ തുടങ്ങുമ്പോൾ ആ ഉപമ എന്തിന് കർത്താവ് പറഞ്ഞു, അത് ആരോട് പറഞ്ഞു, ദാറ്റ്സ് എ കീ തിങ്. അപ്പോൾ ആ ഉപമ ഒന്ന് മനസ്സിലാകണമെങ്കിൽ ലൂക്ക് ചാപ്റ്റർ 15 അത് തുടങ്ങുന്നത്. ഗോസ്പൽ ഓഫ് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 1-2 വാക്യം ഞാനൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നത്: ചുങ്കക്കാരും പാപികളും എല്ലാം അവൻ്റെ അടുക്കൽ വചനം കേൾക്കുവാൻ അവൻ്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോട് കൂടി ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പിറുപിറുത്തു. Now all the tax collectors and the sinners were coming near him to listen to him. Both the Pharisees and the scribes began to grumble, saying, "This man receives sinners and eat with them." So he told them this parable. See, അപ്പോൾ അവരോടാണ് ഈ പാരബിളിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ 2 കൂട്ടർ അവിടെ ഇരിക്കുന്നു. കർത്താവ് ചുങ്കക്കാരുടെ കൂടെയും പാപികളുടെയും ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഇപ്പുറത്തൊരു കൂട്ടർ ഫാരസീസ് അല്ലെങ്കിൽ സ്ക്രൈബ്സ്. ഇവരാരും മോശക്കാരല്ല കേട്ടോ. നമ്മൾ പരീശന്മാരും ശാസ്ത്രിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വചനം പകർത്തി എഴുതുന്നവരാണ്. ദേ ആർ ദ സ്ക്രൈബ്സ്, ദേ ആർ ദ അവർക്ക് വചനത്തെക്കുറിച്ച് വള്ളിപുള്ളി വിടാതെ അവർക്കറിയാം. ഫാരസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വചനം ഇൻസൈഡ് ഔട്ട് അറിയാം. അവർ ജീരകം, ചതുകപ്പ് ഇവരിലെല്ലാം പകാരം കൊടുക്കുന്നവരാണ്. ആഴ്ചയിൽ 3 വട്ടം ഉപവസിക്കുന്നവരാണ്. അവരുടെ സ്റ്റാൻഡേർഡ് ഹൈ സ്റ്റാൻഡേർഡാണ്. നമ്മൾ ലീഗലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ
അതുകൊണ്ട് യേശു ഒരിക്കൽ പറയുന്നുണ്ട്, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിയന്മാരുടെ നീതി കവിയുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടക്കത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദർ ഹാവ് എ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അക്കോർഡിംഗ് ടു ദ ലോ. കാരണം അവരെല്ലാം ഇങ്ങനെ ബുക്കിൽ എഴുതി വെച്ചതുപോലെയുള്ള ലോ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷെ അവരോട് നോക്കുമ്പോഴേക്കും യേശു എന്ന് പറയുന്ന മനുഷ്യൻ ചുങ്കക്കാരുടെ കൂടെയും പാപികളുടെ കൂടെയും ഭക്ഷണം കഴിക്കുന്നു. അപ്പം ഇതാണ് അവരുടെ കംപ്ലൈൻറ്റ്. ഈ ആ കോണ്ടെക്സ്റ്റ് മറന്നു പോകരുത്. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് അവരോടാണ് ഈ ഉപമ പറയുന്നത്. അപ്പോൾ ചുങ്കക്കാരോട് കൂടിയായിരിക്കാം, പാപികളോട് കൂടിയായിരിക്കാം, എസ്പെഷ്യലി ടു ദ ഫാരസീസ് ആൻഡ് ടു ദ സ്ക്രൈബ്സ്. എന്നിട്ട് അവിടെ 3 ഉപമകൾ കർത്താവ് പറയുന്നുണ്ട് മെയിനായിട്ട്, അല്ലേ? നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമ, നഷ്ടപ്പെട്ട ദ്രമ്മയുടെ ഉപമ, നഷ്ടപ്പെട്ട മകൻ്റെ ഉപമ എന്ന് പറയുന്നത്. നമ്മളതിനെ പ്രോഡിഗൽസ് ഉണ്ടെന്നാക്കി, മുടിയനായ പുത്രനാക്കി. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട്. എന്നാലും നക്ഷലായിട്ട് ഞാൻ പറയുമ്പോഴേക്കും അത് പിതാവായ ദൈവത്തിൻ്റെ ശുശ്രൂഷയും പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയും യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുമാണ് ആ 3 ഉപമകളിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെയാണ് നമുക്കറിയാം. നഷ്ടപ്പെട്ട മകൻ്റെ ഇല്ലെങ്കിൽ മുടിയനായ പുത്രൻ്റെ ഉപമ പറയുമ്പോഴേക്കും അവൻ്റെ സ്റ്റോറി നമുക്കറിയാം. അപ്പനിൽ നിന്ന് സ്വത്ത് അവകാശം ചോദിച്ച് മേടിച്ചു, ദൂരദേശത്തേക്ക് യാത്രയായി, അതെല്ലാം ദൂർത്തടിച്ച് മുടിച്ചു. ഒരു സുബോധത്തിൽ അവന് ബോധം വന്നിട്ട് അവൻ വീട്ടിലേക്ക് തിരിച്ചു വരാൻ അവൻ്റെ ഉള്ളത്തിലൊരു ആഗ്രഹം വരിക. അപ്പോൾ തീർച്ചയായിട്ടും നഷ്ടപ്പെട്ട ഒരു മകൻ തിരിച്ച് ഭവനത്തിലേക്ക് വരുന്നു, പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നു. വന്നു കഴിയുമ്പോഴേക്കും അപ്പൻ അവന് മോതിരവും പുതിയ വസ്ത്രവും എല്ലാം, കാലിന് ചെരുപ്പും എല്ലാം ഇടിവിച്ചിട്ട് അവിടെ സദ്യ നടക്കുന്നു, പിന്നെ പാട്ടും നൃത്തം എല്ലാം നടക്കുന്നു. ഓക്കെ, ഇതെല്ലാം ഈ സ്റ്റോറി നമുക്കറിയാം. അടുത്ത വാക്യം മുതൽ അതിൻ്റെ ആ സ്റ്റോറിയുടെ നെക്സ്റ്റ് വേഴ്സ് മുതൽ നമ്മളൊന്ന് വായിച്ചാൽ 25 മുതലൊന്ന് വായിക്കാമോ? അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വീടിനോടടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ച് ഇത് എന്തെന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയതുകൊണ്ട് തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ചു, അകത്ത് കിടപ്പാൻ മനസ്സില്ലാതെ നിന്നു. മതി. ഒത്തിരി വർഷമായിട്ട് കാണാതെ പോയ മകനാണ്, നമുക്കറിയത്തില്ല സമയം. സ്വന്തം അനിയൻ മടങ്ങി വന്നു. അപ്പോൾ അപ്പൻ അവനെ സ്വീകരിച്ചു. അതിൻ്റെ വാദ്യഘോഷവും പാട്ടും ഇതെല്ലാം ഉണ്ട്, സദ്യ എല്ലാം ഉണ്ട്. സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ ആദ്യം എന്താ ചെയ്യുന്നത്? ഓടിച്ചെന്ന് അനിയനൊന്ന് കെട്ടിപ്പിടിക്കുകയോ ഇല്ലെങ്കിൽ അകത്തൊന്ന് എവിടെയായിരുന്നു ഇല്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നു, ഈ മൂത്തമൻ വയലിലായിരുന്നു. ഇത് അപ്പൻ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. നിന്റെ അനിയൻ വന്നു, അപ്പോൾ ഞങ്ങൾ സന്തോഷിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇവൻ കോപിച്ചു എന്ന് എഴുതിയേക്കുന്നത്. എന്നിട്ട് അകത്ത് കടക്കുവാൻ മനസ്സില്ലാതെ. കോണ്ടെക്സ്റ്റ് മറന്നു പോരുത്. യേശുക്രിസ്തുവും ചുങ്കക്കാരും പാപികളും അവരൊന്ന് ഭക്ഷിക്കുക. ഫാരസീസ് സ്ക്രൈബ്സ് അവർ കടക്കുന്നില്ല, അവർ കംപ്ലൈന്റ് ചെയ്യുക. നാവിഗേറ്റിംഗ് വൺ പിക്ചർ. ഇത് പല രീതിയിൽ നമുക്ക് പഠിക്കാം. ഇസ്രായേലും ആയിട്ട് പഠിക്കാം, നമ്മൾ ജെൻറ്റൈൽസ് ആയ നമ്മളായിട്ട് പഠിക്കാം. അവർ തള്ളി, സ്വന്തം ജനം കർത്താവിനെ തള്ളിയതുകൊണ്ട് നമുക്ക് രക്ഷയായി വന്നു, നമ്മളകത്തിരിക്കുന്നു. എന്നാൽ ഇവിടെ വെച്ച് നോക്കുമ്പോഴേക്കും ഫാരസീസും സ്ക്രൈബ്സ് വചനം അറിയാവുന്നൊരു കൂട്ടരാണ്, അവർ കടക്കുന്നില്ല. നമ്മൾ പിതാവായ ആ അപ്പനെ പിതാവായ ദൈവമായിട്ട് പറയും, അല്ലേ? മകൻ മടങ്ങി വരുന്നു, സ്വീകരിക്കുന്ന പിതാവായ ദൈവമായിട്ട് നമ്മൾ പറയാറുണ്ട്. പിതാവായ ദൈവമാണെങ്കിൽ ദൈവത്തിന്റെ ഭവനത്തിൽ, പിതാവിന്റെ ഭവനത്തിൽ താമസിക്കുന്ന ആരായിരിക്കും? ഈ മൂത്തപുത്രൻ. നോ, ഈ കഥ ഈ പാരബിളിലെ കഥാപാത്രം മൂത്ത മകൻ. മൂത്തമകൻ ദൈവത്തിന്റെ ഭവനത്തിൽ താമസിക്കുന്ന ദൈവത്തിന്റെ മകനാ. ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു പൈതലാണ് അതിൻ്റെ അകത്ത് ദൈവത്തിന്റെ കൂടെ വസിക്കുന്ന ഒരാളാണ്. ഒരു പിക്ചറാണ് അവിടെ കാണുന്നത്. വചനം അറിയാവുന്നവരാ, അല്ലേ? അപ്പനെ നമ്മൾ പിതാവായ ദൈവമായിട്ട് പറയുന്നു, മടങ്ങി വരുന്ന മകനെ സ്വീകരിക്കുന്ന പിതാവായ ദൈവം സ്വീകരിച്ചു എന്നെല്ലാം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ആ ഭവനത്തിൽ താമസിക്കുന്നതായി മോൻ, അല്ലേ? അപ്പൊ ദൈവത്തിന്റെ പൈതൽ തന്നെ. ഇല്ലെങ്കിൽ ഒന്നും കൂടി കടത്തി പറയുകയാണെങ്കിൽ വിശ്വാസത്തിലുള്ളവർ തന്നെ. പക്ഷേ അവിടെ അവൻ 25-ാം വാക്യത്തിൽ ഇല്ലെങ്കിൽ 28-ാം വാക്യത്തിൽ, അപ്പോൾ അവൻ കോപിച്ചു, അകത്ത് കിടക്കുവാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തുനിന്ന് അവനോട് അപേക്ഷിച്ചു. അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ നിന്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. സോ ഹി വാസ് സെർവിങ് ഹിസ് ഫാദർ. ശുശ്രൂഷയിലുള്ള മനുഷ്യനാണ്. ഓക്കെ, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു.
അപ്പോൾ ആ ഒരു ബോധ്യം അവനുണ്ട്, നിന്റെ കൽപ്പന ഒന്നും ലംഘിച്ചിട്ടില്ല അല്ലേ. പരീക്ഷൻ്റെയും ഒരു ചുങ്കക്കാരനെ പ്രാർത്ഥന പഠിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. പരീക്ഷൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഞാൻ അവനെ പോലെ ഇവനെ പോലെ അല്ലായിയാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. പരീക്ഷൻ സ്വർഗത്തെ തന്നോട് തന്നെ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ മകനെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്കെല്ലാം കണക്കുണ്ട്, അല്ലെങ്കിൽ അപ്പൻ്റെ ഭവനത്തിൽ സെർവ് ചെയ്തതിനെല്ലാം കണക്കുണ്ട്. ഞാൻ എത്ര കാലമായി നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒന്നും ലംഘിച്ചിട്ടില്ല, എന്നാൽ എൻ്റെ ചങ്ങാതിമാരോട് കൂടെ സന്തോഷിക്കേണ്ടതിന് ഒരു ആട്ടിൻകുട്ടിയെ തരാൻ എനിക്ക് മനസ്സായിട്ടില്ല. അപ്പോൾ ഇത് സർവ് ചെയ്യുമ്പോൾ പോലും ഇല്ലെങ്കിൽ അപ്പനെ സർവ് ചെയ്യുമ്പോൾ പോലും ഇവൻ്റെ അകത്തൊരു ആഗ്രഹമുണ്ട്, എനിക്ക് എൻ്റെ ചങ്ങാതികളായിട്ട് ഒരു ആട്ടിൻകുട്ടിയെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് സന്തോഷിക്കാമായിരുന്നു. അപ്പോൾ ആ സന്തോഷം അടക്കി പിടിച്ചുകൊണ്ടാണ് പുള്ളി അവിടെ സെർവ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ അപ്പൻ്റെ മറുപടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് അവൻ അവനോട്, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. നീ എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കുന്നു, എനിക്കുള്ളതെല്ലാം നിൻ്റേത് ആകുന്നു. അപ്പം ഞാൻ ആ ഹോളി സ്പിരിറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും അന്നൊരു കാര്യം പറഞ്ഞായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥനയിൽ പൗലോസ് അപ്പോസ്തലൻ ആ പ്രാർത്ഥന പറയുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് നിങ്ങൾ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും വിശ്വസിക്കുന്നവർക്ക് കൊണ്ട് വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിയുടെ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. കാരണം എഫേസ്യ സഭക്ക് അത് അറിയത്തില്ല, ഏതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന വ്യാപാര ശക്തിയുടെ അളവറ്റ വലിപ്പം. ഓക്കെ. അപ്പോൾ നമ്മൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് യാതൊരു ക്ലൂവും ഇല്ല. പിന്നെ വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം, കർത്താവിൻ്റെ രക്ഷിതമായിട്ട്, യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതമായിട്ട് സ്വീകരിക്കുന്ന ഒരാളെ വിശുദ്ധനായിട്ട് ദൈവം കാണുന്നത് അല്ലേ. വിശുദ്ധ ജനം, സ്വന്തം വംശം, രാജകീയ പുരോഹിതവർഗം എന്നെല്ലാം പറയുമ്പോഴേക്കും നമ്മളെ വിശ്വാസത്തിൽ വന്ന ഒരാളെ വിശുദ്ധനായിട്ട് ദൈവം കാണുമ്പോഴേക്കും വിശുദ്ധന്മാരുടെ അവകാശത്തിൻ്റെ മഹിമാധനം എന്തെന്ന് യാതൊരു ഐഡിയമില്ലാത്ത ഒരു മൂത്തപുത്രൻ. അത് നമ്മളിപ്പോൾ പറയുമ്പോഴേക്കും ഡു വി ഹാവ് എനി ഐഡിയ അബൌട്ട് അവർ ഇൻഹെറിറ്റൻസ്? അപ്പോൾ അവന് ആഗ്രഹമുണ്ട്, പക്ഷെ അപ്പനോട് ചോദിക്കാൻ പോലും മടിയാണ്. കാരണം ചോദിച്ചാൽ അത് ലീഗലി ശരിയാകുമോ എന്നുള്ള ചിന്തയിലൊക്കെയാണ്. ഫാദർ ഈസ് ഓൾവേസ് റെഡി അല്ലേ. നമ്മുടെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നു. സോ ആ അനുഗ്രഹം എന്താണെന്ന് കാണാൻ നമ്മൾ കണ്ടു പറയുന്നില്ല. സോ ഇവിടെ അവൻ പന്തിയിൽ കടക്കുന്നില്ല, അവൻ പുറത്ത് നിൽക്കുക, അപ്പൻ വന്ന് അപേക്ഷിക്കുക. പക്ഷെ അവിടെ വചനത്തിൽ അകത്ത് കയറിയിട്ട് അവൻ കാണുന്നില്ല. സി നൗ തിങ്ക് ദ കോണ്ടെക്സ്റ്റ്. ഒരു പരീക്ഷൻ്റെയും ശാസ്ത്രിമാരുടെ ഒരു പിക്ചർ അവിടെ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ചുങ്കക്കാരും വേശ്യമാരുടെ കൂടെ തിന്ന് കളഞ്ഞെന്ന് മുടിച്ചെന്ന് മൂത്തവൻ കുറ്റം പറയുക, പക്ഷെ വചനത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല. അവൻ ദൂർത്തടിച്ചെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. വാട്ട് എവർ ഇറ്റ് ഈസ്, അതല്ല വിഷയം. പക്ഷെ മടങ്ങി വന്നപ്പോഴേക്കും സ്വീകരിക്കുന്ന ഒരു അപ്പനുണ്ട്, പിതാവായ ദൈവമുണ്ട്. എന്നാൽ ദൈവഭവനത്തിലായിരിക്കുന്ന പിതാവിൻ്റെ സ്വത്തിനെക്കുറിച്ച്, മഹിമാധനത്തെക്കുറിച്ച് യാതൊരു അറിവില്ലാത്തൊരു മൂത്തമകനും അവിടെയുണ്ട്. സി, സോ വി നീഡ് ടു നോ വാട്ട്സ് അവർ ഇൻഹെറിറ്റൻസ്. വൺസ് പണ്ടൊരു അപ്പച്ചൻ എഴുതിയ പാട്ടുണ്ട്, സ്വർഗപിതാവിൻ്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടുതൻ സേവനം ചെയ്യുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ. സോ ദൈവത്തിൻ്റെ ഭണ്ഡാര ട്രഷറി സ്വന്തമായിട്ട് കണ്ട് സേവനം ചെയ്തു എന്ന് പറയുന്നത്. സോ ഇതിനെക്കുറിച്ച് ഇഷ്ടംപോലെ നമുക്ക് സംസാരിക്കാനുണ്ട്. വചനത്തിൽ എവരിത്തിങ് ഈസ് അവൈലബിൾ ടു അസ്. മനസ്സിലായില്ലേ? പക്ഷേ നമുക്ക് അതിനെക്കുറിച്ച് ബോധം ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരിയാണ്. ഓക്കെ. ഇതൊരു നട്ട്ഷെല്ലിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇറ്റ്സ് എ ബിഗ് പാരബിൾ ടോപ്പിക് ആൻഡ് പാരബിൾ. പക്ഷേ ആ കോണ്ടെക്സ്റ്റിൻ്റെ ഇത് പറയാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഏത് വചനം വായിക്കുമ്പോഴും നോ ദ കോണ്ടെക്സ്റ്റ്, റീഡ് ദ കോണ്ടെക്സ്റ്റ്. ഏത് കോണ്ടെക്സ്റ്റിലാണിത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു ബിഗ് പിക്ചർ കിട്ടും, കുറച്ചും കൂടി ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. Okay, definitely. Okay, thank you, Osnjeta. Okay, thank you. God bless you.